നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറുപ്പംപടി മേഖലയിൽ നിന്നും കാണാതായ 13-കാരിയെ ഒഡീഷയിലെ നക്സൽ ബാധിത മേഖലയിൽ നിന്ന് പോലീസ് സംഘം കണ്ടെത്തി രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായിട്ടാണ്. 4000-ഓളം കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാണ് കുറുപ്പംപടി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കുട്ടിയെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത്. ഒഡീഷ സ്വദേശികളുടെ മകളായ പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിലെ നാബാഗോജ ഗ്രാമത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ 13-ന് വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച മാതാപിതാക്കൾ കുറുപ്പംപടി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഊർജിതമായ പരിശോധന നടത്തിയെങ്കിലും യാതൊരുവിധ സൂചനയും ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ സൈബർ അന്വേഷണത്തിൽ സേലത്ത് ജോലി ചെയ്യുന്ന കേശവ് എന്ന ആളെ കുറിച്ചുള്ള നിർണായക വിവരം പോലീസിന് ലഭിച്ചു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേലത്തെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ സ്വദേശിയായ ഒരു യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ സേലത്തിലെ അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സൗഹൃദത്തിലായിരുന്ന യുവാവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതോടുകൂടി അന്വേഷണം പ്രതിസന്ധിയിലായി. ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുറുപ്പംപടി പോലീസ് സംഘം ഒഡീഷയിലേക്ക് തിരിക്കുകയായിരുന്നു. ഒഡീഷയിലെത്തി നടത്തിയ പ്രാദേശിക അന്വേഷണത്തിലാണ് കുട്ടി അലോക് എന്ന യുവാവിനൊപ്പം ഗഞ്ചം ജില്ലയിലെ നാബേഗോജ ഗ്രാമത്തിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. 18-ാം തീയതിയോടുകൂടി പോലീസ് സംഘം ഒഡീഷയിലെത്തിയെങ്കിലും ആ പ്രദേശം നക്സൽ ബാധിത മേഖലയാണെന്നും അവിടേക്കുള്ള യാത്ര ഏറെ അപകടകരമാണെന്നും അവർക്ക് ബോധ്യമായി. പകൽ സമയത്ത് പോലീസ് വാഹനങ്ങൾ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് ഒട്ടും പ്രായോഗികമല്ലെന്ന് ബഞ്ചനഗർ പോലീസ് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് കനത്ത സുരക്ഷയോടെ അർദ്ധരാത്രിയോടെയായിരുന്നു പോലീസിന്റെ അടുത്ത നീക്കം. SHOയുടെ നേതൃത്വത്തിൽ ആയുധധാരികളായ 8 പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സംഘത്തിനും സുരക്ഷയ്ക്കായി ആയുധങ്ങൾ നൽകിയിരുന്നു. വനമേഖലയിലൂടെ 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് രാത്രി 12 മണിയോടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ അവർ വാഹനങ്ങൾ നിർത്തിയിട്ട് തുടർന്ന് ഒറ്റനിരയായി കാടിലൂടെ കാൽനടയായി മുന്നോട്ട് പോകുകയായിരുന്നു. വനത്തിനുള്ളിലെ 5 വീടുകളിൽ അലോകിന്റെ വീട് ഏതാണെന്ന് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ഒടുവിൽ അതീവ ജാഗ്രതയോടെ വീട് തിരിച്ചറിഞ്ഞ പോലീസ് സംഘം വളയുകയായിരുന്നു. പെട്ടെന്ന് സമീപവാസികളും ഉണർന്നെത്തിയതോടുകൂടി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായെങ്കിലും അതിനിടയിൽ തന്നെ അലോകിനെയും പെൺകുട്ടിയും പോലീസ് കണ്ടെത്തുകയായിരുന്നു. കടുത്ത അപകട സാധ്യത നിറഞ്ഞ ആ മേഖലയിൽ നിന്ന് ഇരുവരെയും ഉടൻ തന്നെ ബഞ്ചൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സുരക്ഷമാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് സംഘം പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ KM അബി, സീനിയർ CPOമാരായ NP ബിന്ദു, അരുൺ K കരുണൻ, രഞ്ജിത് രാം എന്നിവരും മിടുക്കരായ സംഘമാണ് ഈ സാഹസിക ദൗത്യത്തിന് നേതൃത്വം നൽകിയത്.